ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ലൈവ് ഗെയിമിംഗ്. അപ്പം ഞാൻ ഒന്നും ഡിലേ ആക്കുന്നില്ല, ആദ്യം തന്നെ പറയാം. നമ്മളിലെ എല്ലാ ബ്രെയിൻ നോട്ട്സും പോയി. ലിറ്ററലി നമ്മളിലെ എല്ലാ നല്ല ബ്രെയിൻ നോട്ട്സും സ്കാമായി പോയതൊന്നുമല്ല. ഞാനെന്താ നടന്നതെന്ന് ആദ്യം മുതൽ പറയാം. അതായത് നിങ്ങൾക്കറിയാം, സാറ്റർഡേ അഡ്മിൻ അബ്യൂസിന് നമുക്ക് കുറേ ബ്രെയിൻ നോട്ട്സ് കിട്ടിയിരുന്നു. അതായത് ബണ്ണി ബണ്ണി സഹൂറും, ഡിവൈൻ ബണ്ണി ബണ്ണിയും, ഡയമണ്ട് ബണ്ണി ബണ്ണിയും, പിന്നെ മരിയാച്ചി കൊറസോണി, അങ്ങനെ കുറേ സാധനം. പിന്നെ വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒരാൾ DJ പാണ്ട് തന്നു. അങ്ങനെ കുറേ സംഭവം കിട്ടിയായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം ട്രേഡ് ചെയ്തു. പിന്നെ പ്ലസ് എൻ്റെ കയ്യിലൊരു ഡിവൈൻ സ്പിന്നി ഹാമി ഉണ്ടായിന്, 6-7 ഉണ്ടായിന്, ലോസ് മൊബൈലസ് ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം ട്രേഡാക്കി നമ്മളൊരു 473 മില്യൺ പെർ സെക്കൻഡിന്റെ കെറ്റുപെട്ടെടുത്തു. അതായത് കെറ്റുപെട്ടെടുത്ത CEO ഓഫ് റോബ്ലക്സ് നിങ്ങൾക്കറിയായിരിക്കും, നമുക്ക് അനുഭവം എല്ലാം തോന്നാൻ. അപ്പം അവൻ്റെ നമ്മളെ അങ്ങനെ അതെടുത്തു, ആ കെറ്റുപെട്ട്. അതായത് അവന് ടാക്കോ ട്യൂസ്ഡേ കിട്ടിയതാ. അതായത് ഈ സെർവറിന് ടാക്കോ ട്യൂസ്ഡേ ഞാൻ കളിച്ചില്ലായിരുന്നു. ടാക്കോ ട്യൂസ്ഡേ അവൻ കളിച്ച് അവനത് കിട്ടി. 3 ട്രേഡ് അടിച്ചത് ഏതെല്ലായിരുന്നു? ഒന്ന് സ്നോഫ്ലേക്സിന്റെ അടിച്ചിന്, ഫയറും, പിന്നെ വേറെ ഏതോ ഏതെന്ന് ഓർമ്മയില്ല. ടാക്കോ എന്തായാലും അടിച്ചിട്ടില്ല. അപ്പം അതടിച്ചൊരു കെറ്റുപെട്ട് കിട്ടി. അതങ്ങനെ അവൻ നമുക്ക് ട്രേഡ് ചെയ്തു. പിന്നെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം കൊടുത്തു അവന്. അതായത് നമ്മളെല്ലാ പറഞ്ഞ ബ്രെയിൻ നോട്ട്സ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ട്രേഡ് എടുത്തു. ട്രേഡ് മെഷീൻ വഴിയാണ് ചെയ്തത്, കാരണം കുറേ സാധനം ഉണ്ടായിന് അവന് കൊടുക്കാൻ. അപ്പം ട്രേഡ് മെഷീൻ വഴിയാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. നമ്മൾ ബേസിലെത്തിയ സാധനം ഞാൻ പൈസ എല്ലാം കളക്ട് ചെയ്ത് ഗെയിമിന് ലീവായി. അത് കഴിഞ്ഞിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞ് ജോയിൻ ആയപ്പം എൻ്റെ ബേസിലൊക്കെ എറ്റുപെട്ട് കാണുന്നുണ്ടായില്ല. എങ്ങനെ നടന്നതെന്നൊന്നും അറിയില്ല. ഇപ്പം നോക്കി, ലിറ്ററലി ബേസിന്റെ കാലിയാണ്. കുറച്ച് ബണ്ണി സഹൂറും മൻറ്റയും ഇതെല്ലാം നൂബി എനിക്ക്. പിന്നെ നൂബിയും തന്നു പറയാം. പിന്നെ നൂബീൻ്റെ കുറേ ബ്രെയിൻ നോട്ട്സും നമ്മൾ ട്രേഡ് ചെയ്തു. ഡിവൈൻ കുപ്പിറ്റ് ഹോട്ട്സ്പോട്ട് അങ്ങനെ കുറേ സാധനം എല്ലാം കൊടുത്തു. ഏകദേശം നൂബീൻ്റെ ബേസിലെല്ലാം അതെല്ലാം കൊടുത്ത് അതെടുത്തു. അതിപ്പം കാണുന്നില്ല. അതായത് ഈ ഒരു ഈസോക്ക് ഉണ്ടായ ഒരു സ്ഥലത്താണ് ആ കെറ്റുപെട്ട് ഉണ്ടായത്. അപ്പൊ ആ കെറ്റുപെട്ട് പോയി. പിന്നെ ഈസോക്ക് കിട്ടിയത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വെറുതെ എസ്കേപ്പ് സുനാമി കയറിയപ്പം ഒരുത്തം വന്നു എന്നോട് ചോദിച്ചു, സ്റ്റീൽ ബ്രെയിനോട് കളിക്കണ്ടോ? പറഞ്ഞു ഓക്കെ കളിക്കലുണ്ട്, അവൻ്റെ ഈസോക്ക് ഉണ്ട്, ഇപ്പം കളിക്കലില്ല, ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അവനോട് എന്താ വേണ്ടത്. അപ്പം അവൻ പറഞ്ഞു സ്റ്റീൽ ബ്രെയിൻ നോട്ടിൽ എന്താ ഇല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റീൽ ബ്രെയിൻ നോട്ടിൽ ഒരു ഈസോക്ക് 30 അല്ലേ ബേസ് വാല്യൂ. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ബേസിൽ ആ സമയത്ത് ഒരു നോട്ടി ഉണ്ടായിരുന്നു, റേഡിയോ ആക്റ്റീവ്. ഇപ്പൊ നോട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ നോട്ടി പ്ലസ് 2 ഡിവൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഈസോക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഓഫർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ തരാന്ന്. അപ്പൊ ഞാൻ ആദ്യം റിസ്ക് എടുത്തിട്ട് ഞാൻ 2 ഡിവൈൻസ് കൊടുത്തു. ഫസ്റ്റിനെ ഡിവൈൻ കൊടുത്തു. അതിട്ട് അവന് ഞാൻ അവൻ്റെ PSC കയറി, ഞാൻ എൻ്റെ PSC കയറിയിട്ട് നമ്മൾ ട്രെയിൻ മെഷീൻ വഴി ഞാൻ അവന് 40 മില്യൻ്റെ റേഡിയോ ആക്റ്റീവ് നോട്ടി കൊടുത്തു. ഫാറ്റ് റേറ്റ് ഉള്ളത് 40 മില്യൺ. അവനെനിക്ക് ഈ ഒരു ഈസോക്കും ട്രേഡ് ചെയ്തു. അങ്ങനെ എനിക്ക് ഈസോക്ക് കിട്ടി. ഈ ഈസോക്ക് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു മറ്റേ കെറ്റുപെട്ട് ഉണ്ടായത്. അതിന് മുമ്പ് ഇമാദ് എന്ന് പറഞ്ഞ ഒരുത്തൻ നമുക്ക് 6-7 ലോസ് മൊബിലിസും അതും ഞാൻ അവനെ ട്രേഡ് ചെയ്തിനായിരുന്നു. അത് രണ്ടും കൊടുത്തിട്ടാണ് നമ്മൾ കെറ്റുപെട്ട് എടുത്തത്. ആ 6-7 ലോസ് മൊബിലിസും ട്രേഡ് ചെയ്തെടുത്തു. അതായത് 2 ഡിവൈൻസിന് ആ 6-7 ലോസ് മൊബിലിസ് 22 മില്യൻ്റെയും 6-7 നോർമൽ 6-7 അത് രണ്ടും ട്രേഡ് ചെയ്തെടുത്തു. അതും നമ്മളതിന് പോയി. അപ്പം ഈ ഈസോക്ക് എന്നത് നിക്കോളാസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാവരും പ്രൊഫൈൽ ഞാൻ ഇവിടെ ഇടാം. അപ്പം ലിറ്ററലി നമ്മളതിന് എല്ലാം പോയി. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. മറ്റേത് ഇനി വല്ല ഹാക്കാണോ എന്താണെന്ന്. പക്ഷെ അങ്ങനെ നടക്കാനും സാധ്യത കുറവാണ്. ഇനി എന്തെങ്കിലും ബഗ്ഗാണോ എന്നും പറയാൻ പറ്റൂല. ഈ ഒരു ഏരിയയിലുണ്ടായ ആ കെറ്റുപെട്ടം മാത്രമാണ് കാണാണ്ട് പോയത്. വേറെ ഒരു ബ്രെയിൻ നോട്ടും കാണാണ്ട് പോയില്ല. ആ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ പബ്ലിക് കയറിയിട്ടില്ല, വേറെ എവിടെയും കയറിയിട്ടില്ല. 3 മണിക്കൂർ കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ സാധനം അവിടെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ട്രേഡ് വഴിയോ അല്ലെ ഗിഫ്റ്റായി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ യൂസറിനെ കാണിച്ചുതരാം. XG_gaming 777 ആണ്. അപ്പം ട്രേഡ് ചെയ്യാനോ അതോ
അഥവാ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു യൂസർ നെയിമിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെ യൂസർ നെയിം ഇടുക. ഞാൻ എന്തായാലും മെസ്സേജ് കാണും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഷെയർ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഒന്നേന്നൊന്നുകൂടി തുടങ്ങണം. ഈ ഈസൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഷെയർ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.